ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അജു ആൻഡ് വെൽക്കം ടു മല്ലൂറിക്ക ഫാമിംഗ് ലൈഫ് ഇൻ അനദർ വേൾഡ് എപ്പിസോഡ് 3. ഇതിന്റെ മുമ്പത്തെ എപ്പിസോഡിൽ ഞാൻ പ്ലേ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് അതിലൂടെ കാണാവുന്നതാണ്. കഥയുടെ തുടക്കത്തിൽ രാവിലെ എണീറ്റ ഹീറോ പിന്നാലെ വരുന്ന ഹീറോയിനെ കണ്ട് വാമ്പേഴ്സിന് സൂര്യവെളിച്ചം പറ്റില്ല എന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ ഇവിടെ വേറെയാണ്. എന്തായാലും ലുലു കൂടെ ഉള്ളത് കൊണ്ട് സന്തോഷമാണ്. എന്തെന്നാൽ ഹീറോയിൻ ഹിറാക്കുവിന് വളരെ ഹെൽപ്ഫുൾ ആണ്. ഫുഡ് നന്നായിട്ടുണ്ട്, ബട്ട് ഉപ്പുണ്ടായിരുന്നാൽ നന്നായിരുന്നു. ഇത് കേട്ട ഹീറോ, ഞാനിവിടെ മൊത്തം തപ്പി, എന്നാൽ ഉപ്പ് പോയിട്ട് പൊടി പോലും കിട്ടിയില്ല. എന്താ കണ്ടില്ലെന്നോ? ഇത് നോക്ക്, ഇതാണ് ഉപ്പ്, കുറച്ച് വൃത്തിയാക്കണം, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് കണ്ട ഹീറോക്ക് ഷോക്കായി. കാരണം ആശാൻ കുഴികുത്തിയപ്പോൾ ഇതൊന്നും നോക്കിയില്ല. അങ്ങനെ അടുത്ത ദിവസമായതും ലുലു, ഇന്നെന്താ പരിപാടി? അതിന് ഹീറോ, ഞാൻ കുറച്ച് മരങ്ങൾ നട്ടിട്ടുണ്ട്, അതെന്തായെന്ന് നോക്കണം. ഇതെല്ലാം നീയാണോ വെച്ചത്? ഇത് വളരാൻ കുറച്ച് സമയമെടുക്കും. ഇതുവരെ ഓറഞ്ച്, ആപ്പിൾ ഇവയൊക്കെയാണ് ഞാൻ വെച്ചത്. ഇത് കഴിഞ്ഞ് കുറെ നടണം. അതിന് ലുലു, അവളും കാത്തിരിക്കുന്നതെന്ന് പറയുന്നു. ലുലു തയ്യാറാക്കിയ ടീ കുടിച്ച ശേഷം എനിക്ക് ഗ്രീൻ ടീ കുടിക്കണം ആഗ്രഹം വരുന്നത് പെട്ടെന്ന് ആബൂട്ടോൺ അപകട ശബ്ദം ഉണ്ടാക്കുന്നു. അയ്യോ, ഇപ്പൊ എന്താ പ്രശ്നം വന്നിരിക്കുന്ന അറിയില്ലല്ലോ. അവരവിടേക്ക് വന്ന് നോക്കിയതും അവിടെ ഒരു ഏഞ്ചൽ അവരുടെ വലയിൽപ്പെട്ടിരിക്കുന്നു. എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു, എന്നോട് ക്ഷമിക്കണം പ്ലീസ്. ഇത് കണ്ട നമ്മുടെ ഹീറോ അവളെ രക്ഷിച്ചതും, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല, മാജിക് ഉള്ളത് ഹെൽപ്പ് അല്ലേ ലുലു? അപ്പോൾ നീ ഇവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? ലുലു, മര്യാദയ്ക്ക് എന്റെ ഒപ്പം വരുന്നത് എനിക്ക് നല്ലത്. ഇത് കേട്ടതും ഇവര് വട്ടം ചുറ്റിയതും പിന്നീടും പറയണ്ട. അതിനുശേഷം വീട്ടിൽ എല്ലാവരും ചേർന്ന് സമാധാന ചർച്ചയായി. ഇത്തരം ഒരു കാട്ടിൽ നിങ്ങൾ ഇങ്ങനെ ജീവിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇല്ലില്ല, ഞാനിവിടെ സേഫ് ആയിട്ടാണ് ജീവിക്കുന്നത്. ഞാനും ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്കറിയാം, അവരും എന്നോട് അങ്ങനെ തന്നെയാണ് പെരുമാറിയത്. എന്നോടും അവര് സ്മാർട്ടാണ്, പിന്നെ മാജിക് അവരെ ഒന്നും ചെയ്യില്ല. കൂടാതെ അവർക്ക് സ്പെല്ലിൽ നിന്ന് രക്ഷപ്പെടാനും മിടുക്കരാണ്. ഇവർ രണ്ടുപേരും ഇവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അല്ല, ഇവൻ ആരാണ് നിനക്ക്? ഇവൻ അതെന്റെ ഹസ്ബൻഡാണ്. എന്ത് ഹസ്ബൻഡോ? ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് ഹിറാക്കു. ഇവൾ ആദ്യമായിട്ടാണ് എന്നെ ഹസ്ബൻഡ് എന്ന് പറയുന്നത്. ശരി, എന്റെ പേര് ടിയ, ഞാനൊരു ഏഞ്ചലാണ്. ഇത് കേട്ട നമ്മുടെ ഹീറോ, ഏഞ്ചൽ ആകുമ്പോൾ തലയിൽ റിംഗ് ഒക്കെ ഉണ്ടാവില്ലേ? അതൊന്നും ആവശ്യമില്ല. നിങ്ങൾ ബാക്കിയുള്ളവരെക്കാൾ ബലശാലിയാണെന്ന് പറയുന്നത് ശരിയാണോ? അതൊക്കെ പഴയകാലം. ശരി, നീ ഇപ്പോൾ എന്തിനാ ലുലുവിനെ തെരഞ്ഞു വന്നത്? ഇവൾ വരുന്ന വഴിക്ക് ഒരു ഗ്രാമം തന്നെ തകർത്തു. അതുകൊണ്ട് അവർ ഇവളുടെ തലയ്ക്ക് വലിയൊരു പ്രൈസ് പറഞ്ഞിട്ടുണ്ട്. അത് നോബിൾസ് എന്നോട് തെറ്റായി നടക്കാൻ നോക്കിയതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. ആ ലാബ് തന്നെ നശിപ്പിക്കണോ? അതൊന്നും ഞാനല്ല, അതറിയാതെ പറ്റിയതാണ്. എന്തായാലും ഇവിടെ വരാൻ കാരണം ടിയയാണ്. എന്നാൽ ഇവൾ എന്നെക്കാളും സ്ട്രോങ് ആണ്. ലുലു, ഇത് നീ തന്നെയാണോ? നീ ഇങ്ങനെയൊന്നും പറയാറില്ലല്ലോ. ഇതിനൊക്കെ കണ്ടതിന് ശേഷം ഞാൻ വീക്കാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഞാനും സമ്മതിക്കുന്നു, അവരുടെ മുമ്പിൽ ഞാനൊന്നുമല്ല. അത് ശരി, നീ ഞങ്ങളുടെ ഒപ്പം ഇവിടെ ജീവിക്കുന്നോ? ഞാൻ നിന്നെ ഇവിടെ മൊത്തം കാണിച്ചു തരാം. എന്നാൽ ഇവിടെ ഉള്ളതൊക്കെ കണ്ടാൽ നീ ഇവിടെ നിന്ന് പോവാനേ തോന്നില്ല. ഇത് കേട്ട ടിയ ഓക്കെ പറഞ്ഞതും തോട്ടമെല്ലാം കാണിക്കാൻ തുടങ്ങി. കൂടാതെ ഇതാണ് സാബൂട്ടാനെ കണ്ട ഉടനെ തന്നെ ടിയ മയങ്ങി വീണു. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് നീ ചെയ്തത്. ഓക്കെ, വായോ, ഞങ്ങളിപ്പോൾ പച്ചക്കറി എടുക്കാൻ പോവാ, നീയും വായോ. ശരി, ഇതെല്ലാം നീയാണോ നട്ടത്? അതെ, ഞാനാണ്. അതുകൂടാതെ എനിക്ക് ഒരാളുടെ കൂടെ സഹായം വേണ്ടിയിരുന്നു. കറക്റ്റ് ടൈമിലാണ് നീ വന്നത്. എന്ത്, ഞാൻ നിങ്ങളെ സഹായിക്കണമെന്നോ? ശരി, ക്യാബേജിൽ നിന്ന് തുടങ്ങാം. ഇങ്ങനെ മുറിക്കണം. അതിന് ടിയ അത് മുറിച്ചെടുത്തതും, ഇത് കുറച്ച് വെയിറ്റ് ആണ്, എന്നാൽ ഇത് കഴിച്ചു നോക്ക് എന്നും പറഞ്ഞ് കുറച്ച് ഉപ്പെടുത്തിട്ട് നോക്കിയതും അത് കഴിച്ച് അവൾക്ക് വളരെ ഇഷ്ടമായി. പച്ചക്കറി എപ്പോഴും ഇങ്ങനെയാണോ? അത് കൂടാതെ നീ നട്ടത് തന്നെ കുറച്ച് കഴിക്കുമ്പോൾ ടേസ്റ്റ് വേറെ ലെവലായിരിക്കും. അങ്ങനെ ആവശ്യമായ പച്ചക്കറികളെല്ലാം എടുത്തു കഴിഞ്ഞ് ഇവർ രണ്ടുപേരും അവരുടെ മാജിക് ഉപയോഗിച്ച് ക്ലീൻ ആയതും ഇത് കണ്ട ഹീറോയ്ക്ക് ഒന്നും പറയാൻ പറ്റിയില്ല. അതിനുശേഷം ടിയ എടുത്ത് സ്ട്രോബെറി കഴിച്ചതും അവൾക്ക് വളരെ ഇഷ്ടമായി. വാവ്, ഫാമിംഗ് എനിക്ക് വളരെ ഇഷ്ടമായി. എന്നാ നീ ഞങ്ങളുടെ കൂടെ ഇവിടെ വരുന്നോ? എനിക്ക് ഒറ്റയ്ക്കൊന്നും താങ്ങാൻ കഴിയില്ല. നീ എന്താ പറയുന്നത്? അതിനുശേഷം ടിയയും ഹീറോയ്ക്ക് അവളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് എല്ലാം ചെയ്യാൻ തുടങ്ങി. ടിയ, നീ ഫാമിംഗ് നന്നായി ചെയ്യുന്നുണ്ട്. എന്ത് ലുലു, നീ തന്നെയാണോ? എന്തായാലും ഞാൻ പോവാനാണ് പോകുന്നത്. എന്നാലും ഹിറാക്കു, നിനക്ക് സ്ട്രോബെറി ഉണ്ടാക്കാൻ കഴിയും? പറ്റും, പുതിയ തോട്ടം ഉണ്ടാക്കിയാൽ, ബട്ട് ബാക്കിയുള്ളവയെ നോക്കാൻ സാധിക്കില്ല. അപ്പോൾ ഹെൽപ്പിങ്ങിന് ആളുകളുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലേ? അങ്ങനെ ഓരോന്ന് പറഞ്ഞു വരുന്നതും നായക്കുട്ടികൾ എടുത്തു വന്നു. ഇങ്ങനെ രണ്ടുപേരും പേടിക്കാൻ തുടങ്ങി. ആദ്യം 2 വന്നു, പിന്നീട് 4ആയി, 4 8ആയി, ഇപ്പൊ വളർന്ന് ഇനി ജോഡിയായിട്ട് വരും. അപ്പോൾ അവയും ഇരട്ടിക്കും എന്നും പറഞ്ഞവരാണോ? അതിനുശേഷം നായ്ക്കൾക്ക് വേണ്ടി മാത്രം പുതിയ ബിൽഡിംഗ് നിർമ്മിച്ചു. ഇത് കാണാൻ കുതിരത്തൊഴുത്ത് പോലെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, കാരണം അവരും സന്തോഷത്തിലാണുള്ളത്. ഇവർ കൂടുതലായി വരുന്നതുകൊണ്ട് ഇവർക്ക് എന്ത് പേര് വെക്കണമെന്ന് എനിക്കറിയില്ല. പോകുന്ന വഴിക്ക് സാബൂട്ടോന്റെ കുട്ടികളെ കണ്ടു. അവരും ടാറ്റ കാണിച്ച് പറന്നുപോയി. മുടകീറ, ഓക്കെ പോട്ടെ എന്നും പറഞ്ഞ് തിരിഞ്ഞു നോക്കിയതും ഇവിടെ കുറച്ചു പേരുണ്ട്. യാക്കു, ഞാൻ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാം എന്നും പറഞ്ഞു പോയിട്ടിയ. എവിടെ പോവാണെന്ന് ചോദിച്ചാലും അവളൊന്നും പറഞ്ഞില്ല. പേടിക്കണ്ട, അവൾ ഇവിടെ തന്നെ വരും. എന്നാൽ സ്ട്രോബെറി നമ്മുടെ കയ്യിൽ മാത്രമാണുള്ളത്. അതിനുശേഷം ടിയ തിരിച്ചു വന്നതും പെൺകുട്ടികളെയും കൊണ്ടാണ്. ഓ, നിങ്ങളെല്ലാം എൽഫാണോ? ഞങ്ങളെല്ലാം
ഹൈ എൽഫാണ്. അങ്ങനെ അവരെല്ലാം അവരുടെ പേരുകൾ ഒരുപോലെ പറയുന്നതും എന്താ നിങ്ങളെല്ലാം ഒരേ ഫാമിലിയിലുള്ളവരാണോ? അതിനവരും അതേന്നും പറയുന്നു. ഇവർക്ക് മോശമായൊരു പാസ്റ്റ് ഉണ്ട്. ഇവർ വടക്ക് ഭാഗത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ വളർന്നവരാണ്. എന്നാൽ അവിടെയുള്ളവർ മുക്കാഭാഗം ആളുകളും മനുഷ്യരാൽ കൊല്ലപ്പെട്ടു. ബാക്കിയുള്ളവർ പിരിഞ്ഞുപോയി. ജീവിക്കാൻ പറ്റിയ സ്ഥലം നോക്കി നടക്കുകയാണ്. കുറെ കാലമായി കാട്ടിൽ നടക്കുന്നു. സേഫായ സ്ഥലം കണ്ടെത്തിയില്ലെങ്കിൽ ഞങ്ങളുടെ വംശം തന്നെ ഇല്ലാതാവും. ഇത് കേട്ട ലുലുവും ഇവരെല്ലാം നല്ല രീതിയിൽ ജോലി ചെയ്യും, ഇവരെല്ലാം കുറെ നാൾ ജീവിക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, നിങ്ങൾക്ക് എത്ര വയസ്സാകുന്നു? ഞാനാണ് ഇതിൽ മൂത്തത്. എനിക്ക് 400-ൽ കൂടുതൽ വയസ്സുണ്ട്. ഞാനാണ് ഇളയത്. എനിക്ക് 300-ൽ കൂടുതൽ വയസ്സുണ്ട്. ഓൾറെഡി കുറച്ചുപേര് ഇവിടെ ഉണ്ട്. അവരുമായി സഹകരിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കൂടാം. താങ്ക് യു. അല്ല, ഞങ്ങളുടെ കൂടെയുള്ളവരാരാ? ഇവളാണ് സാബിറ്റോൺ. കണ്ട ഉടൻ തന്നെ എല്ലാവരും ഈ കിളി പറയും. പിന്നെ ഇതാണ് ഞങ്ങളുടെ നായ്ക്കുട്ടികൾ. പിന്നെ പറയണ്ടല്ലോ, നായകളെ കണ്ട ഇവർക്ക് അറ്റാക്ക് വന്ന പോലെ. ഇത് ഞാൻ മുന്നേ പ്രതീക്ഷിച്ചതാണ്. ശേഷം എല്ലാവരും ഒരുമിച്ചാണ് താമസിക്കുക. അതുകൊണ്ട് വലിയൊരു വീട് കെട്ടാൻ തീരുമാനിച്ചു. ഇത് കേട്ട നമ്മുടെ ഹീറോ അവർക്ക് വേണ്ട ഹെൽപ്പ് എല്ലാം ചെയ്തു കൊടുത്തു. ഒരു വലിയ മരം തന്നെ ഒറ്റ വെട്ടിൽ മാറ്റി കൊടുത്തു. ഇതെല്ലാം ഉപയോഗിച്ച് എൽഫ് എല്ലാവരും ചേർന്ന് ഒരു വലിയ വീട് നിർമ്മിക്കാൻ തുടങ്ങി. എന്തെന്നാൽ ഹിറാക്കുവിന് വീട് കെട്ടാൻ അറിയില്ലല്ലോ. എന്തോ അറിഞ്ഞു വെച്ച് ഒരെണ്ണം കെട്ടിവെച്ചു. എന്നാൽ ഇപ്പോൾ എല്ലാവരുടെയും സഹായത്താൽ ഒരു വലിയ വീട് തന്നെ നിർമ്മിച്ചു. നമ്മുടെ വീടിനേക്കാളും ഇത് നന്നായിട്ടുണ്ട്. കേട്ട ഹീറോയിന് കുശുമ്പായി. ഇപ്പോൾ ഞാൻ വീടുണ്ടാക്കാൻ പഠിച്ചു. ഈ വീട് വലുതാണ്. എന്തെന്നാൽ സ്റ്റോർ റൂം, അടുക്കള, കുട്ടിയാൽ വെളിച്ചം തരാൻ മാജിക് ബൾബ് എല്ലാം കൊണ്ടും സെറ്റാണ്. ഹിറാക്കുവിന് വേണ്ടി ഒരു റൂം തന്നെ കൊടുത്തിരിക്കുന്നു. ഇവരെല്ലാം ഇവിടെ സേഫ് ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അതിനുശേഷം എല്ലാവരും ചേർന്ന് നമ്മുടെ ഹീറോയിന്റെ ഫാമിൽ ജോലി ചെയ്യുന്നതും അവരെല്ലാം നന്നായി പണിയെടുക്കുന്നുണ്ട്. ഇത് കണ്ട നമ്മുടെ ഹീറോ അവർ പണിയെടുത്തില്ലെങ്കിലും നന്നായി അകത്താക്കുന്നുണ്ട്. നിങ്ങൾ തീയിൽ ചുട്ട ഇറച്ചിയൊക്കെ കഴിക്കൂ? പിന്നെന്താ, കഴിക്കുമല്ലോ. എന്നാൽ എനിക്കറിയുന്ന എൽഫെല്ലാം ടീമായി ഒരുമിച്ച് പച്ചക്കറികൾ കഴിച്ച് ജീവിക്കുന്നവരാണ്. എന്താ പറയുന്നത്? തീയില്ലാതെ കൊടുങ്കാട്ടിൽ എങ്ങനെ ജീവിക്കാനാ? ഒരിക്കലും പറ്റില്ല. അതെ, നിങ്ങൾ മെറ്റലൊന്നും ഉപയോഗിക്കില്ലല്ലോ. ആരെയും മണ്ടത്തരൊക്കെ പറയുന്നത്? ഞങ്ങളെല്ലാം ഉപയോഗിക്കും. ഇതിനുശേഷം നമ്മൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ തുരങ്കം ഉണ്ടാക്കി ഇരുമ്പെടുത്ത് സാധനങ്ങൾ ഉണ്ടാക്കാൻ പോവാണ്. അതിനുശേഷം ഹീറോ നോക്കുമ്പോൾ നല്ലൊരു പാത്രം ഉണ്ടാക്കി നൽകിയതും ഹിറാക്കുവിന് അത് വളരെ ഇഷ്ടമായി. അത് ശരി, നിങ്ങൾക്കെല്ലാം ഉണ്ടാക്കാൻ കഴിയും. 200 വർഷം വീടില്ലാതെ കഴിയുമ്പോൾ എല്ലാം പഠിക്കും. എന്നാൽ ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ പുതിയ ജനറേഷൻ ഉണ്ടാക്കാൻ കഴിയും. ഇത് കേട്ട ഹീറോ തീർച്ചയായും നടക്കും. അങ്ങനെ അടുത്ത ദിവസം എല്ലാവരും സംസാരിച്ചുകൊണ്ട് പച്ചക്കറികൾ പറിക്കുന്നതും ഒരു എൽഫ് വന്ന് ഞങ്ങളിവിടെ ഗോതമ്പ് കണ്ടു. അത് ഇവിടെ ഉണ്ടോ? ഇവിടെയുണ്ട്. ഓൾറെഡി മാവാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അതുകൊണ്ട് ബ്രെഡ് ഉണ്ടാക്കാൻ നോക്കിയാലോ? ബ്രെഡോ? തീർച്ചയായും ചെയ്തോ. ഇത് കേട്ട എല്ലാ എൽഫും ചേർന്ന് മാവ് ശരിയാക്കി ബ്രെഡ് ഉണ്ടാക്കി. എല്ലാവരും ബ്രെഡ് കഴിച്ചതും എല്ലാവർക്കും ബ്രെഡ് ഇഷ്ടമായി. അല്ല, എനിക്കൊന്നറിയണം, ഈ സ്ഥലം ആർക്കെങ്കിലും സ്വന്തമാണോ? ഈ സ്ഥലമോ? ഇത് ഡീമൺ ഡോളിന്റെ ടെറിട്ടറിയിലാണ് വരുന്നത്. ഇത് കേട്ട നമ്മുടെ ഹീറോ പേടിക്കാൻ തുടങ്ങി. നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഞാൻ ആരും ചോദിക്കാതെയാണ് ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിയത്. അതിനെന്താ, ഇത് നിങ്ങളുടെ അധ്വാനത്തിൽ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ആരും ചോദിക്കാൻ വരില്ല. കേട്ട ശേഷമാണ് ഹീറോയ്ക്ക് ചെറുതായി ഒന്ന് ജീവൻ തിരിച്ചു വന്നത്. ശേഷം രാത്രി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും എന്നെ കൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇൻഫെർണോ ഉൾഫിനെയും ഡീമൺ സ്പൈഡറിനെയും പെറ്റാക്കി വെച്ചേക്കുന്നു. എനിക്ക് തോന്നുന്നത് അവൻ സ്പെഷ്യൽ ആണെന്നാണ്. ഇത്തരം സാധനങ്ങളൊന്നും ഇവിടെ ഒരിക്കലും ഉണ്ടാവില്ല. കൂടാതെ ഈ ലോകത്തെ കുറിച്ചൊന്നും അവനൊന്നും കൂടുതലായിട്ട് അറിയില്ല. ഞങ്ങളെ കുറിച്ചൊന്നും അറിയില്ല. ഏഞ്ചൽസിനെ പറ്റിയും ഒന്നും അറിയില്ല. ഇങ്ങനെ ഇവര് 3 പേരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും നമ്മുടെ ഹീറോ നമ്മളെ വെള്ളം കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ടാക്കണം. അതിന് എൽഫിന്റെ സഹായം തേടേണ്ടി വരും എന്ന് പറഞ്ഞു തീരുന്നതും ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നു. അടുത്ത എപ്പിസോഡിൽ ഈ വില്ലേജിൽ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്നറിയാം. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.